ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാത്ത് പ്രൊഡിജി. അപ്പോൾ നമ്മൾ നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിലെ DPP 11 ആണ് ചെയ്യാൻ പോകുന്നത്. INMO 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഓൾ ട്രിപ്പിൾസ് PXY സച്ച് ദാറ്റ് P raised to X equal to Y raised to 4 plus 4 where P is a prime and XY are natural numbers. അതായത് P raised to X equal to Y raised to 4 plus 4 എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന PXY മൂന്ന് നമ്പേഴ്സ് കാണണം. P പ്രൈം ആണ്, എക്സും വൈയും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതൊരു ഡിവിസിബിലിറ്റി പ്രോബ്ലം ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവിസിബിൾ ആണ്, ഫാക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഭാഗത്ത് Y raised to 4 plus 4 ഒരു ഭാഗത്ത് P raised to X ആണ് ഉള്ളത്. അതിൽ P raised to X ഒരു പ്രൈമിന്റെ പവർ ആണ്, അതിന് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ Y raised to 4 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. വി ക്യാൻ ഫാക്ടറൈസ് Y raised to 4 plus 4 ഈക്വൽ ടു, ഇത് ഫാക്ടറൈസ് ചെയ്യുന്നത് സോഫി ജെർമെയിൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഐഡന്റിറ്റി ഇതാണ്: A raised to 4 plus 4B raised to 4 is equal to A plus B whole square plus B square into A minus B whole square plus B square. ഈ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്, Y raised to 4 plus 4നെ. അപ്പോൾ ടേക്ക് A is equal to Y, B equal to 1. അപ്പോൾ അങ്ങനെ എടുത്താൽ നമുക്കത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. സോ Y raised to 4 plus 4 can be written as Y plus 1 whole square plus 1 into Y minus 1 whole square plus 1. That is equal to Y square plus 2Y plus 2, Y square minus 2Y plus 2. Y raised to 4 plus 4 is equal to Y square minus 2Y plus 2, Y square minus 2Y plus 2. ഇനി ഈ Y raised to equal to P raised to X ആണല്ലോ. അതായത് ഒരു പ്രൈം നമ്പറിന്റെ പവർ ആണ് എന്ത് കിട്ടേണ്ടത്? Y square plus 2Y plus 2ഉം Y square minus 2Y plus 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ടത്. അപ്പൊ അത് രണ്ടും ഇൻഡിവിജ്വലി എന്തായിരിക്കണം? അത് രണ്ടും ഇൻഡിവിജ്വലി പവേഴ്സ് ഓഫ് P ആയിരിക്കണം. അപ്പൊ അത് രണ്ടും ഇൻഡിവിജ്വലി പവേഴ്സ് ഓഫ് P ആയിരിക്കണം. സോ Y square minus 2Y plus 2 equal to some P raised to M and Y square plus 2Y plus 2 equal to some P raised to N. എമ്മും എന്നും ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത വേരിയബിൾസ് ആണ്. ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത വേരിയബിൾസ് നമ്മൾ സൊല്യൂഷനിൽ എഴുതിയാൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഏത് നമ്പർ ടൈപ്പ് ആണെന്നുള്ളതൊക്കെ. വേർ M and N are, അതിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. വേർ M and N are whole numbers. Where M and N are whole numbers such that Y square plus 2Y plus 2 P raised to M ആണ്, P raised to N ആണ്. Y square minus 2Y plus 2 P raised to M ആണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P raised to X കിട്ടണം. such that M plus N is equal to X. M plus N equal to X ആണ്. M plus Nന്റെ വാല്യൂ X ആണ്. അപ്പൊ അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യണം. ഇനി we know Y ഒരു നാച്ചുറൽ നമ്പർ ആണ്. സോ Y square minus 2Y plus 2 is less than Y square plus 2Y plus 2. Y square plus 2Y plus 2 ആണ് വലുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ P raised to M is less than P raised to N. P raised to M ആണ് P raised to N-നേക്കാൾ ചെറുത്, which implies P raised to M divides P raised to N. അങ്ങനെയാണെങ്കിൽ P raised to M എന്ന് പറഞ്ഞാൽ Pന്റെ ചെറിയൊരു പവർ, P raised to N Pന്റെ വലിയൊരു പവർ. അപ്പോൾ ഈ ചെറിയ പവറിനോട് കൂടെ കുറച്ച് പീസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ വലിയ പവർ ആയിട്ടുള്ള P raised to N ആയത്. അപ്പോൾ P raised to N എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? P raised to M ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതർവൈസ് P raised to M divides P raised to N. P raised to M divides P raised to N. ഇനി എന്താണ് P raised to M? P raised to M is Y square minus 2Y plus 2. അല്ല, Y square minus 2Y plus 2. Y square minus 2Y plus 2 divides Y square plus 2Y plus 2. That is Y square minus 2Y plus 2 Y square plus 2Y plus 2നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ Y square minus 2Y plus 2 Y square plus 2Y plus 2നെ ഡിവൈഡ് ചെയ്യുന്നു. ഇനി
ഈ വൈ സ്ക്വയർ അതായത് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 2. പക്ഷേ ഈ വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 2ഉം വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 നോക്കിയാൽ അത് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് നമുക്ക് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 2നെ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 പ്ലസ് 4y എന്ന് എഴുതാം. ഈ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2നോട് 4y ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 2. ഇത് ഇതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു. ഇനി അത് ഈക്വൽ ടു അത് പ്ലസ് 4y ആണ്. അപ്പോൾ ഈ വൈ സ്ക്വയർ മൈനസ് 2y ഇവിടെ തന്നെ വന്നു. ഈ വൈ സ്ക്വയർ മൈനസ് 2yനെ പി ആണെന്ന് വിചാരിച്ചാൽ ഇത് ഒരു സം കെ ടൈംസ് പി ആണ്. ഇത് ആ പിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ പിയും വേറെ എന്തും കൂടി ആഡ് ചെയ്ത് പിന്റെ മൾട്ടിപ്പിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതും എന്താവണം? മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കണം. ഇതും മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കണം. സോ ദാറ്റ് ഇംപ്ലൈസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഡിവൈഡ്സ് 4y. വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 4yനെ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇതിന്റെ മുന്നത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 2നെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 2നെ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ ടേംസിൽ എഴുതാൻ നോക്കി. പ്ലസ് 4y ആഡ് ചെയ്താൽ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ 4y ഇതിന്റെ 4y മറ്റേത് 4yനെ ഡിവൈഡ് ചെയ്യുന്നു കിട്ടി. ഇനി അതുപോലെ 4yനെ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ ടേംസിൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ൽ വൈ സ്ക്വയർ ഉണ്ട്, അപ്പുറത്ത് വൈയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ടേംസിൽ എഴുതാൻ പറ്റൂല. അപ്പോൾ അപ്പുറത്ത് വൈ സ്ക്വയർ വേണം. ഇനി നമുക്കറിയാലോ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 4yനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ സ്ക്വയർ മൈനസ് 2y2 4y സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. 4y സ്ക്വയറിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ 4y സ്ക്വയറിന് പക്ഷേ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ ടേംസിൽ എഴുതാൻ പറ്റും. എങ്ങനെ? 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ടൈംസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2. അപ്പുറത്ത് 4y സ്ക്വയർ ഉണ്ട്. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മൈനസ് 8y പ്ലസ് 8 എക്സ്ട്രാ വരും. അപ്പോൾ അത് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതാം. 4y സ്ക്വയറിനെ 4 ടൈംസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 പ്ലസ് 8y മൈനസ് 8 എന്ന് എഴുതാം. ഈ 4y സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഇത് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഇൻറ്റു 4 ആണ്. അതും വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 8y മൈനസ് 8 എന്താവണം? വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2ന്റെ മൾട്ടിപ്പിൾ ആവണം. വിച്ച് ഇംപ്ലൈസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഡിവൈഡ്സ് 8y മൈനസ് 8. 8y മൈനസ് 8നെ ഡിവൈഡ് ചെയ്യണം. 4yനെ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 8yനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇനി വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 എന്തിനെ ഡിവൈഡ് ചെയ്യണം? ഡിവൈഡ്സ് 8. ഈ മൈനസ് 8ൽ 8നെ ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് അങ്ങനെ കിട്ടി വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 8നെ ഡിവൈഡ് ചെയ്യുന്നു. 8നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? അതായത് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 8ന്റെ ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് y square minus 2y plus 2 is a factor of 8. So, y square minus 2y plus 2 equal to 1, 2, 4 or 8. y square minus 2y plus 2 equal to 1, 2, 4 or 8. അപ്പോൾ നമ്മൾ കേസ് 1 എടുക്കുന്നു. y square minus 2y plus 2 equal to 1. Which gives y square minus 2y plus 1 is equal to 0. y minus 1 whole square equal to 0, y equal to 1. അവിടെ നമുക്ക് y equal to 1 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. നമുക്ക് y മാത്രം പോരാ, pയും xും കിട്ടണം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ എടുക്കുന്നു. വി ഹാവ് p raised to x equal to y raised to 4 plus 4 when y is equal to 1. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ y equal to 1 കൊടുത്തിട്ട് xന്റെയും pന്റെയും വാല്യൂ കാണണം. when y is equal to 1, p raised to x equal to 1 raised to 4 plus 4, p raised to x equal to 5. അതായത് ഒരു പ്രൈമിന്റെ പവർ ആണ് 5. അപ്പോൾ p എന്താവണം? then p is equal to 5, x equal to 1. p equal to 5ഉം x equal to 1ഉം ആവണം. അപ്പോൾ p ഒരു പ്രൈം ആയിട്ട് കിട്ടി, xും yയും നാച്ചുറൽ നമ്പേഴ്സ് കിട്ടി. ഇതൊരു സൊല്യൂഷൻ ആണ്. p equal to 5, x equal to 1, y equal to 1 ഒരു സൊല്യൂഷൻ ആണ്. കേസ് 1 എന്ന് അങ്ങനെ കിട്ടി. ഇനി നമ്മൾ കേസ് 2 നോക്കുന്നു. y സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 2, y സ്ക്വയർ മൈനസ് 2y ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ y ഈക്വൽ ടു 0. y ഒരു നാച്ചുറൽ നമ്പർ ആണ്. റിജക്റ്റഡ് ഇങ്ങനെ എഴുതാം. റിജക്റ്റഡ് ആസ് y എലമെന്റ് ഓഫ് n.
y ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ y ഈക്വൽ ടു 0 എടുക്കുന്നില്ല. സോ y ഈക്വൽ ടു 2. ഇഫ് y ഈസ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 2 ആണെങ്കിൽ p റേസ് ടു x ഈക്വൽ ടു 2 റേസ് ടു 4 പ്ലസ് 4, p റേസ് ടു x ഈക്വൽ ടു 20. അതായത് 20 ആണ്. p റേസ് ടു x 20 ആണ്. p റേസ് ടു x എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൈമിന്റെ പവർ ആണ്. 20നെ ഒരു പ്രൈമിന്റെ പവർ ആക്കി എഴുതാൻ പറ്റില്ല. 20 കാൺ ബി പവർ ഓഫ് എ പ്രൈം. കാൺ ബി പവർ ഓഫ് എ പ്രൈം. 20ക്ക് ഒരു പ്രൈമിന്റെ പവർ ആവാൻ പറ്റില്ല. സോ ഈ കേസിൽ നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ഇൻ ദിസ് കേസ്. No solution in this case. Therefore, no solution in this case. Case 2 solution ഒന്നുമില്ല. ഇനി ഇതേപോലെ കേസ് 3 അനലൈസ് ചെയ്യുന്നു. കേസ് 3 എന്താണ്? y സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു y സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഇസ് ഈക്വൽ ടു 4. y സ്ക്വയർ മൈനസ് 2y മൈനസ് 2 ഈക്വൽ ടു 0. ഇറാഷണൽ റൂട്ട്സ് ആണ് ഇത് സോൾവ് ചെയ്താൽ കിട്ടുക. വൈക്ക് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഇറാഷണൽ റൂട്ട്സ് ആണ് കിട്ടുക. y നോട്ട് എലമെന്റ് ഓഫ് n. y നാച്ചുറൽ നമ്പർ അല്ല എന്ന് എഴുതിയാൽ മതി. നോ സൊല്യൂഷൻ ഇൻ ദിസ് കേസ്. ഈ കേസിലും സൊല്യൂഷൻ ഇല്ല. കേസ് 4. കേസ് 4 y സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 8. y സ്ക്വയർ മൈനസ് 2y മൈനസ് 6 ഈക്വൽ ടു 0. ഇതും സോൾവ് ചെയ്താൽ ഇറാഷണൽ റൂട്ട്സ് ആണ് കിട്ടാൻ പോകുന്നത്. y നോട്ട് എലമെന്റ് ഓഫ് n. y നാച്ചുറൽ നമ്പർ അല്ല. നോ സൊല്യൂഷൻ ഇൻ ദിസ് കേസ്. ഈ കേസിലും സൊല്യൂഷൻ ഇല്ല. സോ ദി ഒൺലി സൊല്യൂഷൻ, ആകെ ഫസ്റ്റ് കേസിൽ മാത്രമേ സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളൂ. സോ ദി ഒൺലി സൊല്യൂഷൻ ഈസ് pxy ഈക്വൽ ടു 511. ആകെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. പിയും എക്സും വൈയും 5ഉം 1ഉം 1ഉമാണ്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ആൻസർ. താങ്ക് യു.